ഹായ്, പ്രാർത്ഥന ഇന്ദ്രജിത്ത്. ഈ വിഷയം എടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി കുറച്ചധികം പോസ്റ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 1-2 പേര് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അതിലൊരു വ്യത്യസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡിഫറെൻറ്റ് ഒപ്പീനിയൻ എന്തെന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ പറയുന്നത് ഈ കുട്ടികളുടെ ഒരു സംസാരം അല്ലെങ്കിൽ അവരുടെ കുറേയധികം കമൻറ്റ്സ് അതിനകത്ത് കണ്ടപ്പോൾ അതിനകത്ത് പഴയകാല വസന്തങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടത്തില്ല എന്നുള്ള ടൈമിൽ ഒരു ഫോട്ടോയുടെ താഴെ വന്ന കമൻറ്റ്സാണ്. ആൻഡ് ദ സെയിം തിങ്, ഈ കുട്ടിക്ക് ധൈര്യമില്ല ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ, കാരണം അവരെ കൊല വിളിക്കും. ഇവർ പറയുന്നത് പോലെ പഴയ അമ്മാവന്മാരും ആൻറ്റിമാരുമാണ് ഫേസ്ബുക്ക് കൊണ്ടാടുന്നതെന്നാണ്. വായനാശീലമുള്ളവരാണ് ഫേസ്ബുക്കിൽ അധികം ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ വായിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പം എഴുത്തുകളൊക്കെ ഈസി പരിപാടി ഫേസ്ബുക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒത്തിരി നന്നായിട്ട് റൈറ്റപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഫേസ്ബുക്കിലുണ്ട്. ആൻഡ് ജനറേഷൻ ഗ്യാപ്പിൻ്റെ കാര്യം, ഈ എന്താ പറയുന്നത്, പഴയകാല വസന്തങ്ങൾ, ഇതേ സാധനം നമ്മളും ഒക്കെ ഉപയോഗിച്ചിരുന്ന ടൈമുണ്ട്. ഇപ്പം ഞങ്ങളുടെയൊക്കെ ഏജിൽ ചെറുപ്രായത്തിൽ ഇതേപോലെ ന്യൂജൻ കുട്ടികളെന്ന് ഞങ്ങളെ കാറ്റഗറൈസ് ചെയ്തിട്ട് പഴയ ആൾക്കാർ പുതിയ കുട്ടികളല്ലേ, പുതിയ കുട്ടികൾ ഇങ്ങനെയാണ് എന്നൊരു ടൈം ഉണ്ടായിരുന്നു. അക്കാലഘട്ടത്തിലും ഇങ്ങനെ ഒരു ന്യൂജൻ സെക്ഷൻ, പഴയകാല വസന്തം എന്നൊരു സെക്ഷൻ ഉണ്ട്. ഈ പഴയകാല വസന്തം എന്ന് നിങ്ങൾ കളിയാക്കി പറയുന്ന ഈ വിഭാഗക്കാർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്തതിൻ്റെ സംഗതി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിൽ കാണിക്കുന്ന കുറേ അധികം വൃത്തികേടുകൾ. അതായത് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് കണക്ക് ഈ കുട്ടി ഇതേപോലെ ഡ്രസ് കോഡിൽ കിടന്ന് തുള്ളുമ്പോൾ, സാധാരണ ഒരു കുട്ടി ഈ തുള്ളലൊക്കെ കാണിച്ചാൽ അത് അതിൻ്റെ നേച്ചർ, ഇറ്റ്സ് ഓക്കെ എന്ന് നമ്മൾ അങ്ങ് വിചാരിക്കും. പക്ഷേ മനസ്സിൽ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കുറേ വ്യക്തികൾ അവരുടെ കുടുംബത്തിലുണ്ട്. അത് എന്നെ ബാധിക്കുമോ, എൻ്റെ ഫ്രീഡത്തിനെ ബാധിക്കുമോ എന്ന് ഈ കുട്ടി ചോദിച്ചു കഴിഞ്ഞാൽ, പ്രാർത്ഥനയ്ക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്, തീർച്ചയായിട്ടും അത് ബാധിക്കും. നമ്മളെ പൊതുസമൂഹം അക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു ടേമിലാണ്. ആ ടേമിൽ നിന്ന് നമ്മൾ കുറേയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം. നമ്മുടെ ഫ്രീഡം എന്ന് പറയുന്നത് നമ്മുടെ വീടിനുള്ളിലുള്ള ഫ്രീഡമാണ്. അറ്റ് എ പോയിന്റ് ഒരു സെലിബ്രിറ്റിയുടെ മകളാണ്. ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് എങ്ങനെ കിട്ടണം എന്ന് പറഞ്ഞാൽ, ജനങ്ങളാണ് നിങ്ങളെ സെലിബ്രിറ്റി ആക്കുന്നത്. നിങ്ങളുടെ എബിലിറ്റിയും അതിനകത്ത് ആഡ് ഓൺ ആണെങ്കിലും, ബട്ട് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അതിനൊരു ഇത് വരുന്നത്. അങ്ങനെയുള്ള നിങ്ങൾ കുറച്ച് അതായത് ഈ പറയുന്ന പേരൻറ്റിന് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റാണ് പൊതുസമൂഹത്തിൽ അവരെ തലകുനിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ ഇടാതിരിക്കുക എന്നുള്ളത്. ഡ്രസ്സിൽ എന്തിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡ്രസ്സിൽ ചില കാര്യങ്ങളുണ്ട്. ഞാൻ ഒരിക്കലും ഒരു സദാചാരവാദിയല്ല, എനിക്ക് സദാചാരത്തിനോട് താല്പര്യമില്ല. പക്ഷേ വസ്ത്രം എന്ന് പറയുന്നത് നമ്മൾക്ക് അത്യാവശ്യം പ്രൊട്ടക്ഷൻ എന്നതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പിന്നെ ചൂടിൽ നിന്ന്, വെയിൽ, കാറ്റ്, മഴ, ഇതിൽ നിന്നൊക്കെ നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സംഗതി തന്നെയാണ്. അതിനപ്പുറം നമ്മൾ ഈ ഡ്രസ്സ് കുറച്ച് ഓപ്പൺ അപ്പ് ആക്കി, അല്ലെങ്കിൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ കാലിൻ്റെ അവിടെ കുറേ കീറ്, ഒരു സ്ലൈറ്റ് ഇട്ടിട്ട് അവിടെ കുറേ കീറൽ, ഇത്തരത്തിലൊക്കെ ഇട്ട് കുറേ കാണിക്കുമ്പോൾ നമ്മൾ മോഡേണായി അല്ലെങ്കിൽ ന്യൂജനായി എന്ന് തെറ്റിദ്ധരിക്കുന്ന കുറേ പേരുണ്ട്. അവർക്ക് ഈ പറയുന്നത് പിടികിട്ടത്തില്ല. അവർ പറയുന്നത് പിന്നെ എന്താ പഴയകാല വസന്തം ഇരുന്ന് അലയ്ക്കുന്നു, അല്ലെങ്കിൽ ന്യൂജൻ എന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത ഓൾഡ് ജൻ കിഴവി ഇരുന്ന് പറയണമെന്ന് പറയും. ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ പറയുക. നിങ്ങൾ ഈ പ്രായം കഴിഞ്ഞ് അതിലേക്ക് എത്തും. നിങ്ങളുടെ പുതുതലമുറ ഇതിൻ്റെ മേളിൽ കുത്തു കാണിക്കും. അപ്പോഴും നിങ്ങളുടെ സംഗതി ഇത് തന്നെയായിരിക്കും. എനിക്കെപ്പോഴും മനസ്സിലാകാത്തത്, നമ്മൾക്ക് സ്വാതന്ത്ര്യം വേണം. നമ്മുടെ മൗലിക അവകാശങ്ങളിലൊന്നാണ് വസ്ത്രം, അതേപോലെ പിന്നെ ഭക്ഷണം, സഞ്ചാര സ്വാതന്ത്ര്യം, ഇതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യം തന്നെയാണ്. അത് നമ്മുടെ അവകാശങ്ങൾ, മൗലിക അവകാശങ്ങളും തന്നെയാണ്, തർക്കമില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, നിങ്ങൾ ഈ റൈറ്റ്ഫുള്ളായ ആക്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്നത് തുണി കുറയ്ക്കുന്നതിലാണോ കാണുന്നത്? നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം, നമ്മളുടെ സ്വാതന്ത്ര്യങ്ങളിൽ പെടുന്ന കാര്യമാണ്. അത് നമ്മുടെ സ്വാതന്ത്ര്യമാണത്. നമ്മുടെ അഭിപ്രായം പറയുകയാണ്. നമ്മൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനും ഇഷ്ടമുള്ളത് ചെയ്യാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം. അത് മറ്റൊരാളെ, ഇപ്പം നമുക്കൊരാളെ വെട്ടിക്കൊല്ലണമെന്ന് തോന്നി ഒരാളെ പോയി വെട്ടിക്കൊന്നു കഴിഞ്ഞാൽ അത് റൈറ്റ്ഫുൾ ഇല്ല. നമുക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ട്, പക്ഷെ അത് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ പണിഷ്മെൻറ്റും കൂടെ അനുഭവിക്കാൻ തയ്യാറായിരിക്കണം. അത്തരത്തിൽ ചില സ്വാതന്ത്ര്യങ്ങൾ നമ്മൾ ബന്ധിച്ച് വെച്ചിട്ടുണ്ട്. അല്ലാതെ ഉള്ള സ്വാതന്ത്ര്യങ്ങളിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ സ്വയം പര്യാപ്തരാവുക എന്നുള്ളത് ഫസ്റ്റ് തിങ്ങാണ്. നമ്മുടെ രാജാവാകുമ്പോൾ വേറൊരു രാജാവ് നമ്മളെ ഭരിക്കത്തില്ല. അതാണ് അതിൻ്റെ മെയിൻ ഇത്. അതിനപ്പുറം വസ്ത്രത്തിൽ കുറച്ച് ഇത് കാണിക്കുക, വീട്ടിൽ പാമ്പേർഡ് ചൈൽഡ് ആയതുകൊണ്ട് നമ്മൾ റോഡിലിറങ്ങി എന്തും കാണിക്കുക, ആൻഡ് ദെൻ നമ്മൾ സ്റ്റാർ കിട്ടാണ് അതിൻ്റെ ഒരു ഇത് ഉപയോഗിക്കുക. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? കുറഞ്ഞ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുന്ന വിദേശീയരുടെ ശീലമാണ്. വിദേശത്ത് പോയി പഠിച്ചത് കൊണ്ട് കുച്ചങ്ങനെ വിദേശത്തെ ക്ലൈമറ്റിനനുസരിച്ചിട്ടുള്ള ഡ്രസ് കോഡാണ് അവർ ഉപയോഗിക്കുന്നത്. ഏത് വിഭാഗം ജനത അവരവരുടേതായ ടൈമിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് അവരുടെ ക്ലൈമറ്റിനനുസരിച്ചിട്ടുള്ളതാണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ ഡ്രസ് കോഡ് എന്ന് പറയുന്നത് ഒരു വിഭാഗം ജനതയുടെ അവരുടെ ആ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംഗതിയാണ്. നമ്മുടെ ശരീരത്തിനെ ചൂടിൽ നിന്നും, മഴയിൽ നിന്നും, കാറ്റിൽ നിന്നും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സാധനമാണ് വസ്ത്രം. അതിനപ്പുറം അതിന് വലിയ മൂല്യമില്ല. പക്ഷേ നമ്മൾ ഈ അരകുറ കീറി പറഞ്ഞത് ഇങ്ങനെയൊക്കെ കുറേ ഇട്ട് കാണിക്കുമ്പോൾ, ഇതിൽ കൂടെ ഞാൻ സ്വതന്ത്രയാണ്, അല്ലെങ്കിൽ ഞാൻ മോഡേണാണ്, ഞാൻ ന്യൂജനാണ് എന്ന് കാണിക്കും എന്ന് തെറ്റിദ്ധരിക്കുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്. അതുകൊണ്ടാണ് പലരും ഇതെടുത്ത് വെച്ച് ക്രിറ്റിസിസം ചെയ്യുന്നത്. ഇതിൽ വാദമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കണ്ടാലൊന്നും ആർക്കും ഒന്നും ഫീൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബേസിക്കലി ഇങ്ങനെയൊക്കെ കണ്ടാൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ പൊങ്ങണ സാധനം ചവിട്ടി പിടിച്ച് അങ്ങ് ദൂരെ കളയുക എന്നുള്ളതാണ്. ഇത് ആണുങ്ങളെ അവരെ പറ്റി പറയണതല്ല. അപ്പോൾ ആണുങ്ങൾക്ക് ഇത് കണ്ട ഒന്നും തോന്നൂല. ആ കുട്ടി ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പേക്കൂത്ത് കാണുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അവനെന്തോ മാനസിക കുഴപ്പമുണ്ട്.
പക്ഷേ നമുക്കൊരു തോന്നലുണ്ടാവില്ല. നമ്മൾ പൊടി മോൾക്ക് ഒരു അത്യാവശ്യം ഒരു ചെറിയൊരു ബിക്കിനി ലെവലിലുള്ള ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്ന ക്യൂട്ട്നെസ് ഓവർലോഡഡ് ആയിരിക്കും. അത് കാണാനൊക്കെ ഭയങ്കര ഭംഗിയായിരിക്കും. അതൊരു കുറേ അധികം പ്രായം ചെന്ന ഒരാൾ അതും ഇട്ടുകൊണ്ട് ഒരു മാരേജ് ഫംഗ്ഷന് പോകുന്ന കാര്യം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അവിടെ ഈസി നമ്മളൊരു അലിഖിതമായ ഡ്രസ് കോഡ് എവരിവെയർ ഉണ്ട്. ആ ഒരു സംഗതിയിലേക്കാണ് വന്നിട്ട് അതിനൊരു തിരുത്തൽ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കുമ്പോൾ ക്രിറ്റിസിസം ഉണ്ടാകും. ഇതുണ്ടാകാൻ പാടില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അതിന് നിങ്ങൾ ഈ പഴയകാല വസന്തങ്ങളെന്ന് പറഞ്ഞ് കുറേ പേര് ഇകഴ്ത്തുന്നതിനോട് ഡീഗ്രേഡ് ചെയ്യുന്നതോട് എനിക്ക് പൂർണ്ണമായും വിയോജിപ്പാണ്. അതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. ചുറ്റി വളച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. ഫേസ്ബുക്കിലാണെങ്കിൽ ഇത് കൊച്ചിന് കുറേ അധികം അതിന് കുറേ കമൻസ് ഉണ്ട്. ആ കമൻസാണ് സത്യം പറഞ്ഞാൽ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത്. ഈ കമൻറ്റ് ഇട്ടവർക്ക് ഒരല്പമെങ്കിലും മാനേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമില്ല. നമ്മുടെ വീട്ടിലെ കുട്ടി ഇതുപോലെ ക്രിറ്റിസിസം ചെയ്യപ്പെടുകയാണെങ്കിൽ ഹൗ യു വിൽ റിയാക്ട്? ഇറ്റ്സ് ഇഗ്നോർ, അത് ആൻറ്റി ലെവൽ അങ്ങനെയല്ല. അത് നമ്മൾ ഈ വിദേശങ്ങളിൽ ഒരുപാട് ഇടങ്ങളിലുള്ളത് കേരളീയർ തന്നെയാണ്. ബട്ട് ഒരു ഓണം വരുമ്പോൾ കേരളീയർ എന്താ കേരള വേഷം ധരിച്ചുകൊണ്ട് നിൽക്കുന്നത്? അപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ ഡ്രസ്സ് ഇട്ടുണ്ടെങ്കിൽ നിന്നാൽ പോരെ? അതാണ് സംസ്കാരം എന്ന് പറയുന്നത്. നമുക്ക് നമ്മളുടേതായ ഒരു പാരമ്പര്യം, നമ്മളുടേതായ ഒരു സംസ്കാരം, നമ്മളുടേതായ ഒരു കൺസെപ്റ്റ് ഇങ്ങനെയൊക്കെയുണ്ട്. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞാണ് ഇതുപോലെ ഒരു കാണിക്കുന്നതെങ്കിൽ ഇതിന് മോഡേണിസം എന്ന് പറയത്തില്ല, ഇതിന് ന്യൂജൻ എന്ന് പറയത്തില്ല. സ്വന്തം ശരീരഭാഗങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് കീറി പറഞ്ഞ കുറേ ഉടുപ്പ് ഇട്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അത് ന്യൂജൻ ആയി എന്നും ദാറ്റ് ഈസ് മൈ റൂൾ, മൈ റൈറ്റ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ കാണുന്നവർക്ക് ഭയങ്കര ബോൾഡാന്ന് തോന്നും. എനിക്ക് പക്ഷേ ഐ ഫീൽ പിറ്റി. ദാറ്റ്സ് മൈ പോയിന്റ്. 1-2 കമൻസ് വായിക്കാം. എന്തെങ്കിലും പറയുമ്പോഴേക്കും ഇത് ഫേസ്ബുക്ക് അല്ല, അമ്മാവന്മാരെ, കുലസ്ത്രീകളെ അല്ല അറിയാനിട്ട് ചോദിക്കുക. ഇൻസ്റ്റാ നിൻ്റെയൊക്കെ തറവാട് സ്വത്താണോ? പിന്നെ എല്ലാം അങ്ങ് വൗ പറയുമ്പോൾ നീയൊക്കെ ന്യൂജൻ ആയെന്നാണോ കൂപ്പുകളെ? ചുമ്മാ ഊളത്തരം വിളമ്പാനും വേണം ഒരു കഴിവ്. ആരോ വന്ന് അതിനകത്ത് കമൻ്റ് ഇട്ടതാണ്. ന്യൂജൻ കുട്ടികളാണെങ്കിലും ഈ ഇൻസ്റ്റാഗ്രാം കൈയടക്കി വെച്ചിരിക്കുന്ന ന്യൂജനാണ്. ഈ കുട്ടിയുടെ ഫേസ്ബുക്കിലൊന്നും പോസ്റ്റ് അധികമില്ല, പക്ഷേ ഇൻസ്റ്റയിലാണ് ഈ കുട്ടിയുടെ ഓരോ പോസ്റ്റുകൾ ഇടുന്നത്. അവിടെയാണ് വന്നത് ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് വാവ്. അത് ദേവെന്ന് പറഞ്ഞ ഒരാളാണ് ഇട്ടിരിക്കുന്നത്. പുള്ളിക്കാരത്തിയുടെ പ്രൊഫൈലൊക്കെ ഞാൻ കയറി നോക്കി, ഡീസൻ്റാ. അവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്ത് ചിരി സ്മൈലിയുണ്ട്. ഡു വാട്ട് യു ലൈക്ക് ആൻഡ് ലവ് വാട്ട് യു ഡു, ദാറ്റ്സ് യുവർ റൈറ്റ് ആൻഡ് യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ വിത്ത്. ശരിയാണ്, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ തീർച്ചയായിട്ടും ഉണ്ട്. നാളെ ഒരു കക്കൂസിലിരുന്ന് അപ്പിയിടുന്ന ഫോട്ടോ എടുത്ത് പബ്ലിക്കിലിടൂ. ദിസ് ഈസ് യുവർ റൈറ്റ്. ഇടൂ. ഇല്ലല്ലോ. ഷേവ് ചെയ്യുന്നുണ്ടല്ലോ, മർമ്മത്ത് രോമം വരാറുണ്ട്, അത് ഷേവ് ചെയ്യുന്ന ഫോട്ടോ എടുത്ത് പബ്ലിക്കിൽ കൊണ്ടുവന്നിടൂ. ഇടൂ. മൂത്രം ഒഴിക്കുമ്പോൾ കഴുകുന്നുണ്ട്, അതൊരു മോട്ടിവേഷൻ സാധനമാണെന്ന് പറഞ്ഞിട്ട് ആ ഭാഗം കഴുകുന്നതെടുത്ത് വീഡിയോ പിടിച്ച് പബ്ലിക്കിൽ കൊണ്ടുവന്നിടൂ. ഇടുമോ? ഇല്ലല്ലോ. ചില ഇടങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകളുണ്ട്, അതാണ് പറഞ്ഞു വരുന്നത്. ആൻഡ് ഒരുപാടുണ്ട്. സ്റ്റേ ഹാപ്പി, കൂൾ, വാവ്. വന്ന് ഇൻസ്റ്റ FB പോലെയായി. ഓ നോ. മറ്റ് കമൻസ് വന്നതിനാണ്. കുലസ്ത്രീ ഫ്യൂണ്ടകൾ തൂരി മെഴുകുക. സെയിം ലാംഗ്വേജ് നമുക്കും വരും. നീ കുലസ്ത്രീയാണോ? നിനക്ക് പരാതിയെ പറയാനുള്ളൂ, നിനക്ക് കുറ്റമേ പറയാനുള്ളൂ. ഇവിടെയും വരും. കുലസ്ത്രീ എന്നാ പറയണേ ഇതിന്. And you look so beautiful with a beautiful smile, and I must say that your family are more beautiful because they gave you the confidence to be independent. ആരെങ്കിലും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരണോ ഇതൊക്കെ ചെയ്യാനായിട്ട്? നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് കഴിവില്ല എന്നുള്ളതിൻ്റെ മറ്റൊരു എക്സാമ്പിൾ മാത്രമാണ് ഈ കുട്ടി കാണിച്ച ഈ പേക്കൂത്ത് എന്നതിനപ്പുറം ഇവരുടെ വീട്ടുകാർ ഈ സ്വാതന്ത്ര്യം തന്നതുകൊണ്ടാണ് ഈ കുട്ടി ഈ പേക്കൂത്ത് കാണിച്ചത് എന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? വസ്ത്രമില്ലാത്തൊരു കാലമുണ്ട്. ദാറ്റ് ഈസ് ദ പോയിന്റ്. വസ്ത്രമില്ലാത്തൊരു കാലമുണ്ടായിരുന്നു മക്കളെ. അന്ന് ഇല്ലാത്ത വികാരമേ ഇന്നുള്ള വസ്ത്രമണിഞ്ഞ തെണ്ടികൾക്ക് വേറെ ഒന്നും കാണിച്ചില്ലല്ലോ ഈ കുട്ടി. അപ്പോഴേക്കും അച്ഛനെയും അമ്മയും പറഞ്ഞു തുടങ്ങി, നാണമില്ലേ ഡാഷ് മക്കളെ, ഇതെന്ത് നാടാണ്? ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണോ? സംശയമുണ്ട്. ഈ ചോദ്യം ചോദിച്ച ഒരാൾക്ക് ആദ്യത്തെ പോയിന്റിൽ തന്നെ മറുപടിയുണ്ട്. ഒരു 100 വർഷം മുൻപ് നമ്മൾ വസ്ത്രത്തിന് വേണ്ടി സമരം ചെയ്തവരാണ്. വസ്ത്രം ഉണ്ടായാലും നമുക്കത് ഇടാനുള്ള റൈറ്റ്സ് ഉണ്ടായിരുന്നില്ല. അതിനുവേണ്ടി നമ്മൾ ഘോരം പോരാടി നമ്മൾ നേടിയെടുത്തതാണ് ഈ വസ്ത്രം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും. ആ കാലഘട്ടം കഴിയാറായിട്ടില്ല. ഒരു 100 വർഷത്തിന് ഇപ്പുറത്തുള്ള മനുഷ്യർ, ചരിത്രം പഠിക്കുന്ന മനുഷ്യർക്ക് ഇതൊക്കെ കാണുമ്പോഴും പറയണമെന്ന് തോന്നും. സഭ്യമായ രീതിയിൽ വസ്ത്രധാരണം ഒരു കുഴപ്പമില്ല. സ്ലീവ്ലെസ്സോ അതൊന്നും ഒരു പ്രശ്നമെന്നല്ല ഞാൻ പറയണത്. സ്വിമ്മിങ് സ്യൂട്ടിൽ നിന്ന് ഫോട്ടോ എടുത്ത് അത് പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ടിട്ട് ഐ ആം വെരി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നിടത്തല്ല സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം ഒരു സ്ത്രീക്ക് കിട്ടേണ്ടത്, അല്ലെങ്കിൽ ഒരു സ്ത്രീ അർഹിക്കുന്ന സ്വാതന്ത്ര്യം എന്താണെന്നുള്ളത് അറിയാതെ വസ്ത്രത്തിൽ അരകുറവ് വരുത്തി അത് പബ്ലിക്കിലിട്ട്, അല്ലെങ്കിൽ ഒരു സെക്സ് ടോയ് ആയി തന്നെ ഇങ്ങനെ അങ്ങോട്ട് കാണിച്ചിട്ട് ഇങ്ങനെ കാണിക്കുക, ഒരു വൾഗർ നോട്ടം. അതായത് നമ്മളൊരു പുരുഷനുമായിട്ട് സെക്സിൽ ഏർപ്പെടുന്നതിന് തൊട്ട് മുമ്പ് അയാൾ വിളിക്കുന്നൊരു ഉണ്ടല്ലോ, ഈ ഒരു ടൈം, ആ ഒരു ടൈമിൽ ഒരു ഫോട്ടോ എടുത്തിടുക. ഇതിനെയൊക്കെയാണ് സ്വാതന്ത്ര്യം എന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ റോങ്.
അതിന് പഴയകാല വസന്തം എന്നല്ല പറയുക, പഴയകാല വസന്തങ്ങൾ അലയ്ക്കുന്നു എന്നല്ല പറയുക. ബോധമുള്ളവരായതുകൊണ്ട് അവർ നിങ്ങളെ തിരുത്തുന്നു. കാലങ്ങളായി അങ്ങനെയാണ്. നിങ്ങൾ ജനിച്ച ഉടനെയൊന്നും നിങ്ങൾ വളർന്ന് ഇത്ര എത്തത്തില്ല. നിങ്ങൾ വെള്ളത്തിൽ ചാടാൻ പോകുമ്പോൾ പറയും പോകരുത്, ഉടനെ പഴയകാല വസന്തം എന്ന് പറയും. അതിനകത്ത് പോയി വീണാൽ ചത്തു, അതുകൊണ്ടാണ് പറയണത് അങ്ങോട്ട് പോകരുത്. പാതിരാത്രി ഇറങ്ങി നടക്കരുത്. അതെന്താ ഇറങ്ങിയാണ്? എൻ്റെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടു. നിന്റെ സ്വാതന്ത്ര്യമല്ല ഹനിക്കപ്പെടുന്നത്. ഇവിടുത്തെ നിയമങ്ങളോ ഇവിടുത്തെ മനുഷ്യരോ പാതിരാത്രി ഒരു പെണ്ണിനെ ഒറ്റയ്ക്ക് കിട്ടിയാൽ വെറുതെ വിടുന്ന രീതിയിലുള്ള സാധനമല്ല. അവിടെ നിനക്ക് പ്രശ്നം വരും. നാളെ ഒരു നിർഭയെ പോലെ നിന്റെ അമ്മ നിർഭയെ നഷ്ടപ്പെട്ട് കരയണത്, ആ അമ്മ കരയണത് പോലെ നിന്റെ അമ്മയായ ഞാനും കരയേണ്ടി വരും. സോ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. അവോയ്ഡ് ചെയ്യുക. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയും. നമ്മൾ ചില വൃത്തികെട്ട സാഹചര്യങ്ങളിലേക്ക് പോകാതെ നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കുക. പോകേണ്ട ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഹെൽപ്ലെസ് ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് പോവുക. ഇപ്പോൾ ലേറ്റ് നൈറ്റ് നമുക്ക് ഒരിടത്തേക്ക് യാത്ര ചെയ്യണം. പലരും ചോദിക്കുന്നതാണ് കമ്പാരിറ്റീവ്ലി അതെന്താണ് നിങ്ങൾ പറയാത്തതെന്ന്. യെസ് ഓഫ് കോഴ്സ്, രാത്രി നിങ്ങൾ നൈറ്റ് യാത്ര ചെയ്യണം. ഫുൾ ടൈം നിങ്ങളുടെ ലൊക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടിട്ട് വീട്ടുകാരുമായി എപ്പോഴും ആ ഒരു ഇതിലിരിക്കുക. പോകുന്നത് ഒരു പെൺകുട്ടിയാണെങ്കിൽ 100% വീട്ടിലുള്ളവർ ഉറക്കഴിച്ചിട്ട് അത് കുട്ടി എത്തുന്നിടം വരെ അതിൻ്റെ പിറകെ തന്നെ ഇരിക്കുക. കാരണം നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ സെക്യൂരിറ്റി ഇല്ലാത്ത കുറേ മേഖലകളുണ്ട്. നമ്മുടെ കുഞ്ഞിനൊന്നും സംഭവിക്കരുത് എന്ന് ചിന്തിക്കുന്നവർ അത് നോക്കിയിരിക്കും. അല്ലാത്തവർ പറയും ന്യൂട്രൽ ലൈഫ് യാർ, ഇറ്റ്സ് ഓക്കെ. നോ, ഇറ്റ്സ് നോട്ട് ഓക്കെ. അതാണായാലും പെണ്ണായാലും ഇറ്റ്സ് നോട്ട് ഓക്കെ. പോകുന്നിടത്ത് എത്തുന്നിടം വരെ നമ്മൾ കൺകാവലായി ഇരുന്നാൽ അതൊരു കെയർ തന്നെയാണ്. അത് ആ കുട്ടിയെ നമുക്ക് പിന്നെയും കാണാനും പിന്നെയും നമ്മുടെ കൂടെ നിൽക്കാനും ഒക്കെയാണ്. പിന്നെ അതേപോലെ കുറേ ബൈക്കുകൾ വാങ്ങിച്ചു കൊടുക്കും പേരൻസ്. സ്നേഹം മൂത്തിട്ടാ, സ്നേഹം തലയ്ക്ക് കയറിയിട്ടാ ഏറ്റവും മോസ്റ്റ് മോഡേൺ സ്പീഡിൽ പോകുന്ന സാധനം വാങ്ങിച്ചു കൊടുക്കും. ഇതിൻ്റെ സെക്യൂരിറ്റി ലെവൽ എത്രയാണെന്ന് അറിയാം. ഇത് ചെയ്തു കൊടുക്കുന്ന പേരൻസ് തന്നെയാണ്, നമ്മൾ തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൊലപാതകി. അതാണ് സത്യം. ഈ ഒരു വിഷയത്തിൽ പൂർണിമ കാണിക്കുന്നത് വെറും പോക്കർത്തരമാണെന്ന് മാത്രമേ ഞാൻ ഇതിനകത്ത് പറയുള്ളൂ. ആ ഫാമിലിക്ക് ഉണ്ടാകുന്ന നാണക്കേട് അവർക്കുണ്ടാവുന്നോ ഇല്ലെന്നുള്ള തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇതേ ഒരു കാര്യം ഇനി ഒരു സോഷ്യൽ റെലവൻറ്റ് ടോപ്പിക്കിൽ പൃഥ്വിരാജിനോ മല്ലിക സുകുമാരനോ ഇന്ദ്രജിത്തിനോ വായി തുറക്കാൻ ഒക്കത്തില്ല. അവിടെ താഴെ ഈ കമൻറ്റ് വരും. നമ്മളുടെ നാട് സാംസ്കാരികമായി അത്രയും ഡെവലപ്പ് ആയിട്ടില്ല. നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ്, 100% ലിറ്ററസി നമ്മളുടെ ഇത് തന്നെയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. പക്ഷേ അപ്പോഴും നമ്മളുടെ നാട് പഴമയെ ഇഷ്ടപ്പെടുകയും പഴമയെ മുൻനിർത്തി പഴമയ്ക്ക് വേണ്ടി കൂടുതൽ നൊസ്റ്റു ഫീലിങ്ങിന് പല കാലങ്ങളും കാണിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അവർക്കിത് ചെറിയ രീതിയിൽ വിഷമം ഉണ്ടാക്കും. അതിന് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കുളിക്കാൻ പോകുമ്പോൾ നിങ്ങൾ എല്ലാം ഉടുത്തൊരുങ്ങി ചാടണമെന്നൊന്നും പറയത്തില്ല. പൊയ്ക്കോളൂ. പിക്ചർ എടുത്ത് ഇത് പബ്ലിക്കിൽ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ റൈറ്റ്സ് ആണ്, അല്ലാന്നല്ല. അപ്പോൾ ഞങ്ങളുടെ റൈറ്റ്സ് പറയും. അതിന് പഴയകാല വസന്തങ്ങൾ ഇരുന്ന് അലയ്ക്കണമെന്ന് പറയരുത്. റൈറ്റ്സ് ആണത്. നിങ്ങൾക്ക് എന്തോ ഉണ്ടോ അത് നമുക്കും ഉണ്ട്. ഈ പേക്കൂത്ത് ഞങ്ങളുടെ വീട്ടിലെ കുട്ടികൾ കാണിക്കണമെന്ന് പറയുമ്പോൾ അവർ കാണിക്കണം, നിങ്ങൾക്ക് അതിനിപ്പോൾ എന്താ എന്നെങ്ങാണം പറഞ്ഞാൽ ഇവിടെ അടി അടക്കും. അടി എപ്പോൾ പൊട്ടിക്കും, അതിനകത്ത് തർക്കമില്ല. അടിക്കുകയല്ല, വേറെ മാർഗ്ഗമില്ല. കാരണം നമ്മൾ കീപ്പ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എല്ലാം കാണിക്കാൻ താല്പര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് താഴത്തെ രോമം പഠിക്കുന്ന വീഡിയോ എടുത്തിടുമോളെ, അത് കാണാൻ താല്പര്യമുണ്ട്, കാണാം, ഞങ്ങൾ കണ്ടോളാം, കുഴപ്പമില്ല, ഇട്, അതൊന്ന് കാണട്ടെ എങ്ങനെയാണ് എന്നുള്ളത്. അതും ഇതും സിമിലർ തന്നെയാണ്. ചില ഇടങ്ങളിൽ പ്രൈവസി മാനിച്ച് ഇപ്പം അവിടെ ഈ കുട്ടി ഇട്ടിരിക്കുന്ന ഈ ഡ്രസ് കോഡിൽ ഈ കുട്ടീനെ വേറൊരാൾ ഫോട്ടോ എടുത്ത് അവിടെ നടക്കുന്ന ഭൂകമ്പം അല്ലേ? ഇത് തന്നെയാണ്. എന്തുകൊണ്ട്? നമ്മുടെ പ്രൈവസിയാണ്. ചില പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഈ കുട്ടിയെ ഒരുപാട് പേര് വേറെ രീതിയിലൊക്കെ ആക്രമിക്കുന്ന കരിഞ്ഞവളെന്നോ അങ്ങനെ അതൊന്നും ഞാൻ യോജിക്കുന്നില്ല. അങ്ങനെയൊന്നും ഒരു വ്യക്തി എത്തിയൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഡ്രസ് കോഡ് വിട്ടുകൊണ്ട് ഈ കുട്ടി കാണിച്ചതിന് തീർച്ചയായിട്ടും ആളുകളെടുത്ത് പറയുന്നുണ്ടെങ്കിൽ എൻ്റെ ഉത്തരവാദി ആ കുട്ടി തന്നെയാണ്. അത് തർക്കമില്ല. ഇതിന് സദാചാരവാദം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, പഴയകാല വസന്തം അലയ്ക്കണം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അതങ്ങനെ പറ്റുള്ളൂ. അത് മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം ഈ കുടുംബത്തോടുള്ള നമ്മളുടെ ഒരു ഇഷ്ടം. ആ കുടുംബത്തിലെ ഒരു കുട്ടി കാണിക്കുന്ന വെകിളിത്തരം നമ്മൾ പറയും. നമ്മുടെ വീട്ടിലെ കുട്ടിയെ പോലെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗം കാണിക്കുന്ന ഇതിനെപ്പറ്റി നമ്മൾ പറയുക തന്നെ ചെയ്യും. സ്വാഭാവികമാണത്. അതിന് പഴയകാല വസന്തങ്ങൾ അലയ്ക്കുന്നു, സദാചാരവാദികൾ കരയുന്നു, മോങ്ങുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതിനകത്ത് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. ഇതിനകത്ത് എന്ത് ബോൾഡ്നെസ് ആണ് ഇവരൊക്കെ കണ്ടതെന്ന് അറിയത്തില്ല. എന്താണ് നിങ്ങൾ കണ്ട ബോൾഡ്നെസ്? തുണിയില്ലാതെ നിൽക്കുന്ന ബോൾഡാണോ? എന്നാൽ പിന്നെ ഈ കുട്ടിയോട് ആ ഫുൾ ഡ്രസ്സ് അവോയ്ഡ് ചെയ്തിട്ട് നിൽക്കാൻ പറയൂ. ഷീ ഈസ് ബ്യൂട്ടിഫുൾ, ഷീ ഈസ് ബോൾഡ്നെസ് അങ്ങനെ കാണിക്കുകയല്ലേ നല്ലത്. ഇതിനെപ്പറ്റി കുറേ അധികം പേര് വീഡിയോ ചെയ്തിട്ട് പറയുന്നുണ്ട്, കുട്ടി അങ്ങനെ ആക്രമിക്കുന്നു, സോഷ്യൽ മീഡിയയിൽ അങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. വളരെ ജനുവിനായ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ അതിനകത്ത് കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിയാൽ അതിനനുസരിച്ചിട്ട് ചില മാറ്റങ്ങൾ വരുത്തേണ്ട അനിവാര്യമായിട്ടുമുണ്ട്. ബാക്കി അവളുടെ ഒരു വസ്ത്രത്തിനോടും എനിക്ക് യാതൊന്നും തോന്നിയിട്ടില്ല. വളരെ സൂപ്പറായിട്ട് തന്നെയാണ് ആ കുട്ടി ഡ്രസ്സൊക്കെ ധരിക്കുന്നത്. മറ്റുള്ളത് വേറെയൊക്കെ ഒരുപാടുണ്ട്, സ്ലീവ്ലെസ് ഒക്കെ ഇടുന്നതും ഒരു ടൈ പോലത്തെ ഒരു ഇത് ഇടുന്നതും അതൊക്കെ ഓക്കെ. ബട്ട് സ്വിമ്മിങ് സൂട്ടിൽ വന്നിട്ട് പബ്ലിക് അപ്പിയറൻസ് കൊടുക്കുന്നതിൽ അതിലൊരു പ്രത്യേക മികവുണ്ടല്ലോ, കഴിവുണ്ട് എന്ന് പറയുന്നത് സത്യത്തിൽ പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ശോഭകേടെ ഉണ്ടാക്കി കൊടുക്കുള്ളൂ എന്നുള്ളതാണ് വസ്തുത. വളരെ മോശപ്പെട്ട രീതിയിലാണ് എനിക്ക് ഈ ഒരു ഇത് മനസ്സിലായിട്ടുള്ളത്.
നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. ഒരു കാര്യമുണ്ട്, സഫ്യമാണെങ്കിൽ ഞാനും സഫ്യമായി തന്നെ മറുപടി തരും. അല്ലാത്ത പക്ഷം പിന്നെ ഞാൻ തെറി വിളിക്കാരിയാണ് അത് ഇതാന്ന് പറഞ്ഞുകൊണ്ട് വരരുത്. എൻ്റെ വായെന്ന് കേൾക്കും. അതിനകത്തൊന്നും ഒരു തർക്കവും ഇല്ലാത്ത ആളാണ്. ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, സുകുമാരനായാലും മല്ലിക ചേച്ചി ആയിരുന്നാലും അതേപോലെ ആ കുടുംബത്തിലെ ഓരോരുത്തരെയും നമ്മൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നതാണ്. നമുക്ക് സന്തോഷമുള്ളവരാണ്. പൃഥ്വിരാജിൻ്റെ നിലപാടുകൾ ഇഷ്ടമാണ്. പൃഥ്വിരാജിന് ഒരു മകളുണ്ട്, അത് സോഷ്യൽ മീഡിയയിൽ പോലും കൊണ്ടുവരാറില്ല. അതേപോലെ പൃഥ്വിരാജിൻ്റെ വൈഫ് ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. ആ കുട്ടി ചെറിയ എഡ്യൂക്കേഷൻ ഒന്നുമല്ല, സൂപ്പർ ടാലൻറ്റഡ് ലേഡിയാണ്. അവരും ഡൽഹിയിലാണ് താമസക്കാരിയൊക്കെ തന്നെ. അതുകൊണ്ട് അവിടുത്തെ ഡ്രസ് കോഡ് ഇവിടെ കൊണ്ടുവന്നാക്കുന്നുണ്ട് ഇല്ല. ഈ ചില പൊസിഷൻസ് നമ്മൾ ചെയ്യുമ്പോൾ, പൊസിഷൻസ് ഇരിക്കുമ്പോൾ ആ പൊസിഷൻസിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ സൂപ്പറായി ചെയ്യുക, അല്ല ചില അങ്ങനെ ഇരിക്കാതിരിക്കുക. ഈ പെൺകുട്ടിക്ക് കിട്ടിയ ഫെയിം, ഇതിപ്പോൾ ഈ കുട്ടി തനിച്ച് നിന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരാൾ ഇതിനെപ്പറ്റി പറയുകയോ ഡിസ്കഷൻ എടുക്കുകയോ ഉണ്ടാവില്ല. അതേസമയം ഈ കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന ഫെയിം സുകുമാരൻ്റെ ചെറുമകൾ എന്നുള്ള രീതിയിലാണ്. ഈ പറയുന്ന രീതിയിലുള്ള വസ്ത്രധാരണം കൊണ്ട് ഈ കുട്ടി ആ കുടുംബത്തിന് കൊടുക്കുന്ന വാല്യൂ എന്താണ്? പൊതുജനം കൊടുക്കുന്ന അവിടെ ആയിക്കട്ടെ, ഈ കുട്ടി കൊടുക്കുന്ന വാല്യൂ എന്താണ്? നമ്മുടെ കംഫർട്ടിന് വസ്ത്രം ധരിക്കുന്നതും നമ്മുടെ കംഫർട്ടിൽ സോണിൽ ഇരുന്നുകൊണ്ട് നമ്മളത് കാണിക്കുന്നതും പോലെയല്ല ഒരു പബ്ലിക് സ്പേസിലേക്ക് ഇതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നതും. ആൻഡ് ഇത് കോപ്പി ചെയ്തിട്ട് ന്യൂജനാണ് നിങ്ങളിതൊക്കെ സഹിച്ചോ എന്ന് പറയുന്നതും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. ഒരു കാലഘട്ടത്തിൽ ന്യൂജനായിരുന്നു ഞങ്ങളും. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഈ വസ്ത്രം എന്ന ഇഷ്യൂ അത് മാറിയെടുക്കാൻ, അല്ലെങ്കിൽ ഈ എൻ്റെ ഒരു പൂർവ്വപിതാക്കന്മാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വസ്ത്രം എങ്ങനെയും അവർക്ക് വസ്ത്രം കൊടുക്കൂ എന്നുള്ള ടൈമായിരുന്നു. പിന്നെ അതിനുശേഷം മൂടി പൊതിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. എല്ലാം ഒരു ലിമിറ്റിലാണെങ്കിൽ ഓക്കെ. ഫുഡ് ഇൻടേക്ക്, അതിനകത്ത് നമ്മൾ ബിരിയാണി കിട്ടി, ഒരു കലം ബിരിയാണി കിട്ടി, നമ്മുടെ വയറിന് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അതിനേക്കാൾ കൂടുതൽ കഴിച്ചാൽ ദഹനക്കേടുണ്ടാവും, ശ്വാസം മുട്ടലുണ്ടാവും. ഇതൊക്കെ തന്നെയാണ് ഓവറാകുമ്പോഴും ഉള്ളത്. മിതമാണെങ്കിലും അത് തന്നെയാണ് പ്രശ്നം. വിശപ്പ് ഉള്ളിടത്തോളം നമ്മൾ കഴിക്കുക, അല്ലാത്തിടത്തോളം നമുക്കത് പ്രോബ്ലമായിട്ട് തന്നെ വരും. അത് ഞാൻ ഇതിനെ മാച്ചപ്പ് ചെയ്ത് ഫുഡ് മാച്ച് ചെയ്തോ ഡ്രസ്സിനോട് എന്ന് ചോദിക്കേണ്ട, മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സ്പ്ലനേഷൻ തന്നു എന്നതിനപ്പുറം അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. സോ ദ പോയിന്റ് ഈസ്, ഈ പെൺകുട്ടിയെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അതിനെതിരെ ഭയങ്കരമായിട്ട് ആയുധം എടുക്കുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാണ്, നിങ്ങൾ ഈ വസന്തകാലങ്ങളെന്ന് അപമാനിക്കുന്ന അല്ലെങ്കിൽ കളിയാക്കുന്ന അവർ പറയുന്നതിൽ കഴമ്പുണ്ട് എന്നുള്ളതാണ്. അവർക്കും ഇതുപോലൊരു ചൈൽഡ്ഹുഡ് ഉണ്ടായിരുന്നു. അവരും ഇതുപോലൊരു ന്യൂജൻ സെക്ഷൻ കഴിഞ്ഞിട്ട് വന്നവർ തന്നെയാണ്. അന്ന് അവരുടെ പരമക്കാർ പറയുന്നതിൻ്റെ ചില പോയിന്റുകൾ എടുക്കാത്തതിൻ്റെ വേദന പിന്നീട് അവർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം സൂചന തരാം. ഒരു സർക്കിളാണത്. ഇനി നിങ്ങളും പഴയകാല വസന്തമാവുന്ന ഒരു ടൈമുണ്ട്. അന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ വിഷമം മനസ്സിലാവും. വല്ല അഭിപ്രായം പറയുന്നത് കിളവി, തള്ള, മുതുക്കി ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരാളെ ഇടിച്ചു താഴ്ക്കുന്ന ഒരു ടേമുണ്ട്. ഈ പറയുന്നവർക്കും ഇതൊക്കെ ബാധകമാണ്. നിങ്ങളും ഇതേ ലെവലിലേക്ക് വരിക തന്നെ ചെയ്യും. അപ്പോഴും നിങ്ങൾക്ക് നമ്മൾ പറയുന്നതിൻ്റെ ഇത് മനസ്സിലാകും. ഇനി ഇതിൻ്റെ പേരിൽ എന്നെ അവഹേളിച്ചാൽ എനിക്കൊരു വഴിയില്ല. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെന്ന് തന്നെ പറയാം. ഈ ഒരു വിഷയത്തിൽ എൻ്റെ അഭിപ്രായം പറഞ്ഞു വെക്കണമെന്നുള്ളത് കൊണ്ട് ഞാൻ ഈ സബ്ജക്റ്റ് എടുത്തതാണ്. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം.